ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ വ്യാഴ്ചകൾ നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ്. വിഷയം നമ്മൾ ഒരു പ്രാവശ്യം കേട്ടിട്ടുള്ളതാണെങ്കിലും നമ്മുടെ മാനസിക വ്യാപാരങ്ങൾ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങൾ, അതിൽ നമ്മുടെ വയറിന് എന്താണ് പ്രാധാന്യം, നമ്മുടെ കുടലിന് എന്താണ് പ്രാധാന്യം എന്നൊക്കെ ഇന്നത്തെ സെഷനിലൂടെ സെൻസാർ നമ്മളോട് സംസാരിക്കും. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ സെൻസാറിനെ പേരിൽ ക്ഷണിക്കുകയാണ്. സെൻസാർ യുവർ വെൽക്കം. താങ്ക് യു സർ. ഇന്നത്തെ ടോപ്പിക്ക് വളരെ രസകരമായിട്ടുള്ള ടോപ്പിക്കാണ്, എന്നാൽ അത് അത്ര രസമുള്ളതല്ല. ഓക്കെ, നമ്മുടെ കുടലിന് നമ്മുടെ മൂഡ്, വിചാരങ്ങളിൽ പങ്കുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. ഇന്ന് മാത്രമല്ല, മീൻസ് നമ്മുടെ ഈ സെഷനിൽ കൂടാതെ തന്നെ മറ്റു പല സെഷനുകളിലും ഈ ഒരു കാര്യം ഡിസ്കഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിപുലമായിട്ട് അതിനെപ്പറ്റി റിസർച്ചും നടക്കുന്നുണ്ട്. നമ്മളൊരു മനുഷ്യൻ മാത്രമാണെന്നും നമ്മളല്ലാതെ ഏതാണ്ട് ഒരു 100 ട്രില്യൺ ബാക്ടീരിയ നമ്മുടെ കൂടെ നടക്കുന്ന, ബാക്ടീരിയ എന്ന് മാത്രമല്ല മൈക്രോബയോട്ട മീൻസ് എല്ലാ ചെറിയ ജീവികളും ഒക്കെ നമ്മുടെ കൂടെ നടക്കുന്നുണ്ടെന്നും അതിനുള്ള ഒത്തിരി പ്രാധാന്യങ്ങളുണ്ടെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും അത് നമ്മുടെ മൂഡുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതിലേക്കാണ് ഇന്ന് ഞാൻ കുറച്ചൊക്കെ സംസാരിക്കാൻ വിചാരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ നമ്മുടെ ഗട്ട്, നമ്മുടെ കുടൽ നമ്മുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു കഴിവുണ്ടോ? ആ ഒരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ വയറ് അല്ലെങ്കിൽ നമ്മുടെ കുടലിന്റെ ആരോഗ്യം നല്ലതല്ലെങ്കിൽ അതിനെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയാം. ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മളൊന്നും കണ്ണ് പോയാലേ കണ്ണിന്റെ വില അറിയുള്ളൂ, അല്ലെങ്കിൽ കാഴ്ച പോയാലേ വില അറിയുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ഈ കുടലിന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ഒന്ന്, ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ ഒന്നുകിൽ പൂർണ്ണമായിട്ട് പോകും, ചില പെർട്ടിക്കുലർ ന്യൂട്രിയൻസിന്റെ, അല്ലെങ്കിൽ ഭാഗികമായിട്ട് പോകും, തടസ്സപ്പെടും. അതുപോലെ തന്നെ അത് നമ്മുടെ വയറിന്റെയും അതുപോലെ നമ്മുടെ ബ്ലഡിന്റെയും, മീൻസ് ആ വയറുമായിട്ട് ബന്ധപ്പെടുന്ന ബ്ലഡ് സ്ട്രീം ഉണ്ട്, അതിന്റെയും കോമ്പോസിഷൻ മാറ്റും. കോമ്പോസിഷൻ മാറ്റം എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ആ ന്യൂട്രിയൻസിന്റെ മാറ്റം മാത്രമല്ല, അവിടെയുള്ള മറ്റു പല സാധനങ്ങളുടെയും, നേരത്തെ പറഞ്ഞ ഗട്ട് മൈക്രോബയോട്ട എന്ന് പറഞ്ഞതുപോലെ മറ്റു പല സാധനങ്ങളുടെയും ഒരു കോമ്പോസിഷൻ മാറ്റും. അങ്ങനെ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യും. നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല രീതിയിൽ അത് എഫക്ട് ചെയ്യും. അതിൽ ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കുടലിന്റെ അവസ്ഥ മോശമാണെന്നിരിക്കട്ടെ, അന്നത്തെ ദിവസം പൊതുവേ എനർജി കുറവായിരിക്കും. അങ്ങനെ എനർജി കുറവായ ദിവസം നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും നല്ലത് കുക്ക് ചെയ്തിട്ട് കഴിക്കാം എന്ന് തോന്നും. അങ്ങനെ കഴിക്കാം എന്ന് തോന്നിയില്ലെങ്കിൽ നല്ലത് പോട്ടെ, നമ്മൾ ഒരുപക്ഷെ പുറത്തുനിന്ന് വല്ലതും വാങ്ങിച്ച് കഴിക്കും. അങ്ങനെ വല്ലതും വാങ്ങിച്ച് കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നല്ലതിന്റെ അളവ് എത്ര ഉണ്ടാവും? അത് വീണ്ടും നമ്മുടെ വയറിന്റെ ആരോഗ്യത്തിനെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. ഇത് ഒരു തുടക്കം മാത്രം. അവിടെ ആ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലാണ് അത് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ഒരു ചോദ്യം ഇതാണ്, എത്ര പേർക്ക് അറിയാം നമ്മുടെ ശരീരത്തിൽ പല ബ്രെയിൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറ് എന്ന് മാത്രമല്ല, ആ ബ്രെയിൻ ഫങ്ഷണൽ കൺട്രോളുള്ള നെർവസ് സിസ്റ്റവും ബ്രെയിനും, ആ ബ്രെയിൻ എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ എത്ര രീതിയിൽ അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ എത്ര പേർക്കറിയാം? പ്രധാനപ്പെട്ട 3 ബ്രെയിൻ ഉണ്ട്. ഒന്ന് തലച്ചോറ് അല്ലെങ്കിൽ തലയിലുള്ള ബ്രെയിൻ, രണ്ടാമത്തത് നമ്മുടെ ഹേർട്ടിലുള്ള ബ്രെയിൻ,
പല ഏകദേശം 40,000-ത്തോളം ന്യൂറോൺസ് ആണ് ഹേർട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ന്യൂറോൺസ് ഒക്കെ കൂടിയിട്ട് അതിന് സ്വന്തമായിട്ട് ഈവൻ സെല്ലുലാർ മെമ്മറി അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വന്തമായിട്ട് ഡിസിഷൻ മേക്കിംഗ് പവറും പല കാര്യങ്ങളും അതിന് സ്വന്തമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നമ്മുടെ കുടലിനകത്ത് ബ്രെയിൻ എന്ന് പറയുന്ന ഹേർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ അവയവമാണ്. അതേസമയത്ത് കുടൽ എന്ന് പറയുന്നത് ഒരു നീണ്ട് കിടക്കുന്ന കുഴലാണ്. അപ്പൊ ഈ കുഴലിനകത്ത് അപ്രോക്സിമേറ്റ് 100 മില്യൺ ന്യൂറോൺസ് ഉണ്ട്. ഈ 100 മില്യൺ ന്യൂറോൺസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ന്യൂറോ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിഷൻ കൊണ്ട് അതിന് തീരുമാനങ്ങൾ എടുക്കാനും അതിന് മറ്റു പല കാര്യങ്ങളും ചെയ്യാനും ഒക്കെ സാധിക്കും. അവിടെ ഈ കുടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ ആ GI ട്രാക്റ്റിനും ഒരുപാട് കാര്യങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ഇമോഷൻസ്, ആങ്കർ, ആങ്സൈറ്റി, ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ടെൻഷൻ വരുന്നത്, അതുപോലെ തന്നെ സങ്കടം, സന്തോഷം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ കുടല് എഫക്ട് ചെയ്യും. നേരെ തിരിച്ചും നമ്മുടെ ഇത്തരം എമോഷൻസ് നമ്മുടെ വയറിന്റെ ആരോഗ്യവും എഫക്ട് ചെയ്യും. അപ്പൊ ഈ GI ട്രാക്റ്റിനെ ഇത്തരം ഇമോഷൻസ് എഫക്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോശം മൂഡാണെങ്കിൽ അല്ലെങ്കിൽ ആങ്സൈറ്റി വളരെ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ തോന്നാത്തതൊക്കെ വിശപ്പുണ്ടാവാം. പക്ഷെ ഭക്ഷണം കഴിക്കാൻ തോന്നാത്തതൊക്കെ ഈ ഒരു കാരണം കൊണ്ട് കൂടിയാണ്. ഇവിടെ കുറെ ആക്ച്വൽ നമ്മുടെ ഹൈപ്പോതലമസ് ആണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്ന് ഒരുപാട് ഹോർമോൺസ് പല രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെയാണ് ഈ 100 മില്യൺ കോശങ്ങള് നമ്മുടെ കുടലിനകത്തുള്ള എൻറ്ററിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ വരുന്നത്. അത് തന്നെ പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില പെർട്ടിക്കുലർ സമയത്ത് ഒരുപക്ഷെ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എക്സാം എഴുതുന്നതിന് മുമ്പോ ഈവൻ ഒരുപക്ഷെ ഇതുപോലുള്ള സെഷൻസ് ആദ്യമായിട്ട് എടുക്കണം എന്ന് പറയുന്ന സമയത്തോ ഒക്കെ ചിലപ്പോൾ അവരുടെ വയറ്റിൽ നിന്ന് ഒരു ബട്ടർഫ്ലൈ എന്നുള്ള രീതിയിലാണ് വരുന്നത്, അല്ലെ? ബട്ടർഫ്ലൈ ഇൻ സ്റ്റൊമക്ക് എന്ന് ഇംഗ്ലീഷിൽ ഒരു പ്രോവർബ് ഉണ്ട്. മീൻസ് പൂമ്പാറ്റകൾ കുടലിൽ എപ്പോഴാണ് പറക്കേണ്ടി വരുന്നത്? സന്തോഷം വരുമ്പോഴാണോ പൂമ്പാറ്റകൾ ഡിസ്റ്റർബ് ആവുക? അല്ല, അല്ലെ? അവര് വളരെ പതിയെ ഇരിക്കുന്ന ആ ഒരു അവസരത്തിൽ നിന്ന് പെട്ടെന്ന് അവർക്കൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിനകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ളതിന് എക്സാമ്പിൾ ആയിട്ടാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത്. പല രീതിയിലുള്ള ഇമോഷൻസും നമ്മുടെ ഗട്ടിനെ എഫക്ട് ചെയ്യുന്നു. ഗട്ട് പല രീതിയിലുള്ള ഇമോഷൻസും ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ഇവിടെ ഒരു സിസ്റ്റം വരുന്നത്. അപ്പൊ ഞാൻ ഈ കുറച്ച് നേരത്തെ പറഞ്ഞ എൻറ്ററിക് നെർവസ് സിസ്റ്റം എന്നൊക്കെ നമ്മുടെ നെർവസ് സിസ്റ്റം എന്താണ്, നാഡീവ്യവസ്ഥ എന്താണ് എന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. കൂടുതൽ ഡീപ്പിലേക്കൊന്നും പോകുന്നില്ല. നെർവസ് സിസ്റ്റം 2 തരത്തിലുണ്ട്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയാം, രണ്ടാമത്തത് പെരിഫറൽ എന്ന് പറയും. സെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ശരിക്കും ശരീരത്തിന്റെ നടു ഭാഗത്ത് എന്തൊക്കെയാണ് എഫക്ട് വരുന്നത്. പെരിഫറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നും കൈകാലുകളുടെ മൂവ്മെന്റും ഇതുപോലെയൊക്കെ ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് പെരിഫറൽ. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തില് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ വിസറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കണ്ണിലേക്ക് ഒരു പൊടി വീഴുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണടക്കാൻ നമ്മുടെ കണ്ണിനെ പ്രേരിപ്പിക്കുന്ന അത് ഒരു ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതിൽ തന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ സിമ്പത്തറ്റിക്കും പാരസിമ്പത്തറ്റിക്കും ഉണ്ട്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡെപ്തിലേക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയും. നമ്മൾ പെട്ടെന്നൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അടുത്തുനിന്ന് ഒന്നുകിൽ ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ അതിനെ അടിച്ചു കൊല്ലാനോ, അല്ലെങ്കിൽ അതിൽ നിന്ന് സേഫ് ആയിട്ട് അതിനെ മാറ്റാനോ, മീൻസ് നമ്മളായിട്ട് അതിനെ ബുദ്ധിമുട്ടാക്കാത്ത രീതിയിലേക്ക് അതിനെ മാറ്റാനോ ഒക്കെ നമ്മളൊന്ന് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ആവേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഒരു പക്ഷേ പാമ്പ് പിടുത്തക്കാരെ വിളിക്കുമായിരിക്കും. എന്തായാലും ആ ഒരു പെട്ടെന്നുള്ള ഒരു കാര്യം ഒന്നുകിൽ ഫൈറ്റ് ആയിരിക്കാം, നമ്മൾ അതിനെ നേരിടുന്നത് എങ്ങനെ എന്നുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ ഫ്ലൈറ്റ് ആയിരിക്കാം, നമ്മൾ അവിടുന്ന് ഓടിപ്പോവുക അല്ലെങ്കിൽ മാറി നിൽക്കുക, നമ്മൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കുക എന്നുള്ള ഒരു കാര്യമായിരിക്കാം. ഇത് ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമാണോ, പാമ്പിനെ കാണുമ്പോൾ മാത്രമാണോ? അല്ല, പല പല സിറ്റുവേഷൻസിലും ഇതേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്.
അതിനെ സ്ട്രെസ് റെസ്പോൺസ് ആയിട്ട് കൂടി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത സ്ട്രെസ്സിന്റെ സെഷനിലും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് പ്രധാനമായിട്ട് ഇതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നത്. സോ ആ സമയത്ത് നമ്മുടെ BP, നമുക്ക് ഷുഗർ, പെട്ടെന്ന് തന്നെ ഷുഗർ ലെവൽ കൂട്ടിയിട്ട് എനർജി റെഡിയാക്കി വെക്കും. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. BP കൂടുന്നു, അതുപോലെ തന്നെ പൾസ് റേറ്റ് കൂടും, ഇതൊക്കെ ശ്വാസോച്ഛ്വാസം കൂടും, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ഇതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അതേ സമയത്ത് പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും? ഇവിടെ ഇപ്പൊ നമ്മളെ പാമ്പിനെ കണ്ടു അല്ലെങ്കിൽ പട്ടിയെ കണ്ടു, നമ്മൾ എന്ത് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മളിപ്പോ ഓടിയതിനു ശേഷം നമ്മുടെ സിസ്റ്റം തിരിച്ച് നോർമലൈസ് ആവണം. അവിടെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയും. നമ്മൾ ആ ഒരു സിറ്റുവേഷനെ വിശ്രമത്തിലേക്ക് കൊണ്ടുവരണം. ആ സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ശരീരം പൂർവ്വ അവസ്ഥയിലേക്ക് എത്തണം. അങ്ങനെ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? റെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഡൈജസ്റ്റ് ചെയ്യണം. എന്താണ് സംഭവിച്ചത് അത് നമ്മൾക്ക് ദഹിപ്പിക്കാൻ പറ്റണം. അങ്ങനെ ആവുമ്പോഴാണ് ആ സ്ട്രെസ് നമ്മളെ സംബന്ധിച്ച് നോർമൽ ആവുന്നത്. നമുക്ക് അവിടെ എവല്യൂഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുന്ന് പരിണാമം സംഭവിക്കുന്നത്, നമ്മൾ കൂടുതൽ ബലവാനാവുന്നതോ ഒക്കെ അതിന്റെ ഒരു റെസ്പോൺസ് ആണ്. അപ്പൊ ഈ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് സമയത്താണ് പല ആൾക്കാരിലും പല പ്രശ്നങ്ങളും. ഇപ്പം ജിമ്മിൽ പോകുന്ന ഒരാള് കൂടുതൽ വെയിറ്റ് എടുത്തിട്ട് മസിൽ ബിൽഡ് ചെയ്യാൻ നോക്കുന്നു, പക്ഷെ അയാൾ വേണ്ട രീതിയിൽ റെസ്റ്റും ഡൈജസ്റ്റും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും മസിൽ ഫൈബേഴ്സിന് ടിയർ ഉണ്ടാവും, അത് നമ്മളെ ബുദ്ധിമുട്ടാക്കും. ഓക്കെ, അവിടെയാണ് സാധാരണഗതിയിൽ നടക്കാൻ പോകാത്ത ഒരാൾ 10 കിലോമീറ്റർ നടന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് വല്ല ഫ്രണ്ട്സിന്റെയും കമ്പൽഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിൽ പോയതായിരിക്കാം, പക്ഷെ അടുത്ത ദിവസം നോക്കുമ്പോൾ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് കയറാനൊന്നും പറ്റുന്നില്ല. ആ ഒരു റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് ശരീരത്തിന് പറ്റാത്തത് കൊണ്ടായിരിക്കാം. ഇത് ഏതൊരു സിറ്റുവേഷനും, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഉള്ള എല്ലാ സ്ട്രെസ്സേഴ്സിനും ഈ ഒരു സിറ്റുവേഷൻ നടക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും പറഞ്ഞത്, ജിമ്മിന്റെയും പട്ടിയുടെയും കാര്യം പറഞ്ഞത്. അപ്പൊ ഇത് നടക്കുന്നത് എങ്ങനെയാ? വാഗസ് നെർവ് എന്ന് പറഞ്ഞ ഒരു നെർവ് ഉണ്ട്. ഈ നെർവാണ് നമ്മുടെ ബോഡിയെ, നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ ആന്തരിക അവയവങ്ങളുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട നെർവ്. ഈ ഒരു നെർവ് മെയിൻ കോമ്പണന്റ് ഓഫ് PNS അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയാം, വിച്ച് കൺട്രോൾസ് ദ വാസ്റ്റ് ഏരിയ ഓഫ് ബോഡിലി ഫങ്ഷൻസ്. ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതേ ഒരു വാഗസ് നെർവ് നമ്മുടെ മൂഡ് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. സോ അവിടെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ അതൊക്കെ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഒന്നിച്ച് തന്നെ ഇൻ കേസ് നമ്മുടെ മൂഡും ഇമോഷൻസും ഫീലിങ്സും ഒക്കെ അത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആ നെർവിന്റെ ആരോഗ്യം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവയവങ്ങളുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കാരണം ആ ഒരു നെർവിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല, അത് തീർച്ചയായിട്ടും വേണം, അത് നല്ല രീതിയിൽ തന്നെ വേണം, അതിന് ആരോഗ്യം ഉണ്ടാവണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ അത് എവിടെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെയുള്ള ആരോഗ്യം വളരെ നല്ല രീതിയിൽ ഉണ്ടാവണം. സോ എന്ററിക് നെർവസ് സിസ്റ്റം നേരത്തെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പാരസിമ്പത്തറ്റിക്, സിമ്പത്തറ്റിക്, അതുകൂടാതെ എന്ററിക് നെർവസ് സിസ്റ്റം. എന്ററിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കുടലിനകത്തുള്ള, ഇവിടെ ഇപ്പം ഒരു കുടലിന്റെ ട്രാൻസാക്ഷണൽ അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലാവും. പല നെർവ് ഫൈബേഴ്സ് ആണ് അവിടെ. ഇപ്പം 4 ലെയർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ? ഈ 4 ലെയറിനകത്ത് വളരെ പ്ലെക്സസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഗാംഗ്ലിയ, വളരെ കളക്ഷൻ ഓഫ് ന്യൂറോൺസ് എന്ന് പറയാം. ആ ഒരു കളക്ഷൻ ഓഫ് ന്യൂറോൺസ് അടങ്ങിയിരിക്കുന്ന ഒരു ഏരിയ ഒരു ലെയറിൽ പൂർണ്ണമായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലെയർ നമ്മുടെ സബ്മ്യൂക്കോസൽ അല്ലെങ്കിൽ അതിന്റെയൊക്കെ അടിയിലാണ് വരുന്നത്. മീൻസ് ഏറ്റവും പുറത്തേതോ രണ്ടാമത്തേതോ അല്ല, മൂന്നാമത്തെ 4ാമത്തെ ലെയറിലാണ് ഈ ഒരു കാര്യം വരുന്നത്. സോ GI ട്രാക്ടിന്റെ, ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, നമ്മുടെ കുടലിന്റെ അകത്തെ ആ ഒരു മതിൽ, വാൾസ് അല്ലെങ്കിൽ അതിന്റെ കോശഭിത്തികളിൽ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു നെർവസ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റുക. അവിടെ എത്ര കോശങ്ങളുണ്ട്? 100 മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില്ലറക്കാരനല്ല. പ്രത്യേകിച്ചും ഈ ഒരു എന്ററിക് നെർവസ് സിസ്റ്റം നമ്മുടെ ബ്രെയിനുമായിട്ട് നേരിട്ട് ഹോട്ട്ലൈൻ കണക്ഷൻ ഉള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവർക്ക് വാഗസ് നെർവ്. സോ ഈ ഒരു വാഗസ് നെർവ് വഴി നേരിട്ട് അതിന് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്ക് എത്തിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ബ്രെയിനിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് എത്തുന്ന, നമ്മളൊരു കൊതുക് കടിച്ചു എന്നറിയുന്നതിന് എത്ര സമയം വേണം അല്ലെ? അതേപോലെ തന്നെ നമ്മുടെ എല്ലാ മൂവ്മെന്റ്സിനെയും
ഈ ഒരു വാഗസ് നെർവ് കൺട്രോൾ ചെയ്യുമ്പോൾ വാഗസ് നെർവിനെ കുറച്ചെങ്കിലും സ്വാധീനിക്കാൻ പറ്റുന്ന ഒരുപാട് ന്യൂറോൺസ് ഈ എൻട്രിക് നെർവസ് സിസ്റ്റത്തിലുണ്ട്. സോ ഇതൊരു മ്യൂച്വൽ ആയിട്ടാണ് വരിക. നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ മസിലിനകത്ത് പെരിസ്റ്റാൾസിസ്, ഭക്ഷണം മൂവ് ചെയ്യാനുള്ള ആ ഒരു മൂവ്മെന്റ്, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന മൂവ്മെന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ ഒന്നിച്ച് തന്നെ പലതരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അത് നമ്മുടെ ബ്രെയിനിലേക്ക് പോകും. അങ്ങനെയാണ് ചില ഹോർമോൺസ് ഒക്കെ ആക്റ്റീവ് ആവുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചു എന്നുള്ള ഫീലിംഗ്, നമ്മുടെ കൂടുതൽ നേരം ചവക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഈ ഒരു പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന മൂവ്മെന്റ് കൂടുതൽ സമയം ഉണ്ടാവും. ആ ഒരു കൂടുതൽ സമയം ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ എൻറ്ററിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് വാഗസ് നെർവ് വഴി അവിടത്തേക്ക് ബ്രെയിനിലേക്ക് മെസ്സേജ് കൊടുക്കും. ബ്രെയിൻ ഹൈപ്പോതലാമസിലേക്ക് മെസ്സേജ് കൊടുക്കും, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്, കുറച്ചു നേരമായി ഇദ്ദേഹം കഴിക്കാൻ തുടങ്ങിയിട്ട്. ഈ വാഗസ് നെർവ്, ഈ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിയും അല്ലെങ്കിൽ മറ്റ് ഹോർമോണുകളെ, മറ്റ് ഗ്ലാൻസിനെ പ്രൊവോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി ഉത്തേജിപ്പിച്ചിട്ട് അവിടുന്ന് ഗ്രലിൻ മാത്രമല്ല ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണും കൂടി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം മതി എന്നുള്ള തൃപ്തി ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഇതേപോലെ തന്നെ നമ്മുടെ എൻട്രിക് നെർവസ് സിസ്റ്റം സെക്കൻഡ് ബ്രെയിൻ ആണ് എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ഇതാണെങ്കിൽ, ഇതിന്റെ ഒന്നിച്ച് തന്നെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇതിന്റെ പല ഫങ്ഷൻസും നടക്കുന്നത്. ഓക്കെ, സിമ്പത്തറ്റിക് അതൊക്കെ നേരത്തെ സംസാരിച്ചു. ആ ഒരു നെർവസ് സിസ്റ്റത്തിന്റെ കണക്ഷനോട് കൂടിയിട്ട് ഇവിടെ വലിയൊരു എന്താ സഹായം, ആക്ച്വലി മെയിൻ ബ്രെയിനിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരു ആൾട്ടർനേറ്റ് പരിപാടി, ഒന്നില്ലെങ്കിൽ മറ്റേത് ചെയ്യാം എന്നുള്ളതല്ല. മെയിൻ ബ്രെയിനിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ അതിനെതിരെ ഒരു ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയല്ല ഇവിടെ എൻട്രിക് നെർവസ് സിസ്റ്റം ചെയ്യുന്നത്. ബട്ട് ഇത് രണ്ടും കൂടിയിട്ട് വരുമ്പോൾ നമ്മുടെ ഹെൽത്തി ബോഡിയുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാവും. ഇവിടെ ഈ ഗട്ട് ബ്രെയിൻ ആക്സിസിനെ പറ്റി കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, സെൻട്രൽ ഇത് ഒരു ഹോട്ട് ലൈൻ കണക്ഷൻ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അവിടെ വാഗസ് നെർവ് കൂടാതെ ഡയറക്റ്റ് സർക്കുലേഷൻ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളും ഒരുമിച്ച് തന്നെ പോകുന്നുണ്ട്. കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ, എപ്പോഴും അത് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിഷൻ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തിനകത്ത് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇങ്ങനെയുള്ള ഹോട്ട് ലൈൻ കമ്മ്യൂണിക്കേഷൻ അല്ലെ. ഹോട്ട് ലൈൻ കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മുടെ ബ്ലഡ് ആണ്. എങ്ങനെ ഒരുപാട് ലെങ്ത് ഉള്ള, മീൻസ് ലോങ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം, ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ഈ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ പലതരത്തിലുള്ള ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഹോർമോണുകൾ നമ്മുടെ ബ്ലഡിലേക്ക് വന്നിട്ട് ഈ ബ്ലഡ് ആണ് എല്ലാ സ്ഥലത്തും ഇത് എത്തിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അവിടെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലാണെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റവും എൻട്രിക് നെർവസ് സിസ്റ്റവും തമ്മിൽ നടക്കുന്നത്. സോ ഇവിടെ നമ്മുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള, കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെ റീസണിങ്ങും അതുപോലെ തന്നെ ലോജിക്കും ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഭൗതികപരമായിട്ട് നമ്മൾ അതിനെ ഒന്ന് വിലയിരുത്തുന്നതിനെയാണ് കോഗ്നിറ്റീവ് എന്ന് പറയാം. സോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എൻട്രിക് നെർവസ് സിസ്റ്റം എഫക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുത്തത് നല്ല ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും, അല്ല ഒരു നോർമൽ മൂഡിൽ, ഹാപ്പി നോർമൽ മൂഡിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും. സോ അവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. സോ എങ്ങനെയാണ് ഇതിന്റെ ഒരു എഫക്റ്റ് വരുന്നത്? ഒന്ന് മോട്ടിലിറ്റി, അതിന്റെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. രണ്ടാമത്തേത് പലതരത്തിലുള്ള സെക്രീഷൻ ആണ്. പിന്നെ ഒന്ന് ന്യൂട്രിയൻസ് അബ്സോർപ്ഷനും അതിന്റെ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആൻഡ് ഇതൊക്കെ ആരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ഗട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, സോ ഇന്ന് കോൺസ്റ്റിപ്പേഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ വയറ് മാത്രമല്ല, ഈവൻ നമ്മുടെ ബ്രെയിനും കൂടി ആയിരിക്കും. ഓക്കെ, സെക്രീഷൻ, പലതരത്തിലുള്ള ഹോർമോൺ സെക്രീഷൻസും എൻസൈം സെക്രീഷൻസും ഒക്കെ ഇവിടെയാണ് വരുന്നത്. ന്യൂട്രിയൻ ഡെലിവറി, നമ്മുടെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് അത് എവിടെ എത്തിക്കണം, എങ്ങനെ എത്തിക്കണം, ഈവൻ ഗട്ടിന്റെ ആരോഗ്യം, നമ്മുടെ കുടലിന്റെ ആരോഗ്യം ഏത് രീതിയിൽ ഉണ്ടാവണം എന്നൊക്കെ തീരുമാനിക്കാൻ നമ്മുടെ ബ്രെയിനിന് പറ്റും. അതുപോലെ തന്നെ മൈക്രോബിയൽ ബാലൻസ്, ഇവിടെ ഒരു വലിയ സംഭവം കൂടി ഇനി വരാൻ പോവാം, മൈക്രോബയോം. ഓക്കെ, സോ
നമ്മുടെ വയറ് എങ്ങനെയാണ്, കുടൽ എങ്ങനെയാണ് ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പലതരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ വഴി. അതുപോലെ തന്നെ സ്ട്രെസ്, ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വയറ് അത് ബ്രെയിനിനെ എഫക്ട് ചെയ്യും. മൂഡ്, ബിഹേവിയർ ഇതുപോലുള്ള കാര്യങ്ങളിലും ഈവൻ നമ്മുടെ കുടലിനാണ് മുൻതൂക്കം. ഓക്കെ, സോ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇതിന് പോസിബിൾ ആവുന്നത്? ഒന്ന് ഈ എൻട്രിക് നെർവസ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മൈക്രോബയോം എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൈക്രോബയോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയാം. മൈക്രോബയോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്രോ ജീവികൾ തന്നെ. ഏതാണ്ട് 100 ട്രില്യൺ മൈക്രോബയോട്ട ഉണ്ട്. ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ. ഇതൊക്കെ പലതരത്തിലുള്ള ശരീരത്തിന് പല ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള മൈക്രോബയോട്ട ഉണ്ടെന്ന് പറയാം. നല്ല ബാക്ടീരിയ ഉണ്ട്, മോശം ബാക്ടീരിയ ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ആവറേജ് ഒരു പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ബാക്ടീരിയ ഓൾമോസ്റ്റ് 85% ആണെങ്കിൽ മറ്റേതൊരു മോശം ബാക്ടീരിയ അറൌണ്ട് 15% ആയിരിക്കും. ഈ ഒരു ബാലൻസ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലത്. അതേസമയത്ത് ഈ ഒരു ബാലൻസ് എവിടെയൊക്കെ ഏതൊക്കെ ഏരിയയിൽ, ഇപ്പൊ സ്റ്റൊമക്ക്, ആമാശയത്തില്, ചെറുകുടലില്, വൻകുടലില്, ഇങ്ങനെ പല സ്ഥലത്തും പല പെർട്ടിക്കുലർ സ്പീഷീസ് മാത്രമുള്ള ബാക്ടീരിയ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള മൈക്രോ ഓർഗാനിസംസ് അവിടുന്ന് ലൊക്കേഷൻ മാറിക്കഴിഞ്ഞാലും അതിന്റെ അളവിൽ മാറ്റം വന്നു കഴിഞ്ഞാലും ഒക്കെ ഇത് നമ്മുടെ ശരീരത്തിന് മോശം രീതിയിൽ എഫക്ട് ചെയ്യാം. ഓക്കെ, അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. ഇപ്പോ നമ്മുടെ നമ്മുടെ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെക്രീഷനെ പറ്റി അതിൽ ഒന്ന് മാത്രം ഞാൻ എടുത്ത് പ്രത്യേകമായിട്ട് പറയാണ്. സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു സെക്രീഷൻ നമ്മുടെ ഒരു ഹോർമോൺ ആണെന്ന് പറയാം. ഇതിന്റെ സെക്രീഷൻ നമ്മുടെ ഓൾമോസ്റ്റ് 90% നടക്കുന്നത് നമ്മുടെ കുടലിലാണ്. ഇത് മൂഡ് എൻഹാൻസർ ആണ്. സെറോട്ടോണിൻ ഈവൻ നമ്മുടെ മൂഡ് ഹോർമോൺസ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ വളരെ കൂടുതലായിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ എക്സസൈസുമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട്. ഓക്കെ, സോ ഇത് ഒരു മൂഡ് സ്റ്റെബിലൈസർ ആണെങ്കിൽ ഇതിന് നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ വെൽബീയിങ്, അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള നമ്മുടെ ഒരു നല്ല മൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ 50% ഓഫ് ഡോപ്പമൈനും സെക്രീറ്റ് ആവുന്നത് ഇതേ വയറിനകത്താണ്. അപ്പോൾ ഡോപ്പമൈനും സെറോട്ടോണിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 ഹാപ്പി ഹോർമോൺസ് ആണ് ഉള്ളതെന്ന് പറയും. അതിൽ ഒന്നാണ് ഡോപ്പമൈൻ, രണ്ടാമത്തത് ഓക്സിറ്റോസിൻ, പിന്നെ ഒന്ന് സെറോട്ടോണിൻ, അതുപോലെ തന്നെ പലതരത്തിലുള്ള എൻഡോഫിൻസ്. ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട ചില ഹാപ്പി ഹോർമോൺസ് വരുന്നത്. ഈ ഒരു ഹാപ്പി ഹോർമോൺസിൽ രണ്ടെണ്ണത്തിന്റെ ഓൾമോസ്റ്റ് 50%, ഒന്ന് ഓൾമോസ്റ്റ് 100ഉം മറ്റേത് 50%ഉം നമ്മുടെ കുടലിൽ നിന്നാണ് ഉള്ളതെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് അഥവാ നല്ല മൂഡ് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കുടലിന് പറ്റില്ലേ? അപ്പൊ കുടലിന്റെ ആരോഗ്യം തീർച്ചയായിട്ടും മൂഡുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സെറോട്ടോണിൻ സെക്രീഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ മെന്റൽ പീസ് ഒക്കെ കുറച്ച് ഹയർ സ്റ്റേജിലാണ് ഉണ്ടാവുക. അപ്പൊ യോഗികളുടെയും സന്യാസികളുടെ ഒക്കെ ആ ഒരു രീതിയിലായിരിക്കും അല്ലെ. ചില ആൾക്കാർക്ക് എത്ര ചീത്ത പറഞ്ഞാലോ അല്ലെങ്കിൽ എത്ര മോശം രീതിയിൽ മറ്റുള്ളവർ പെരുമാറിയാലോ ഒന്നും എഫക്ട് ചെയ്യാത്തത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കും, സെറോട്ടോണിൻ കൂടിയതുകൊണ്ടായിരിക്കും, അറിയില്ല. ഏതായാലും പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അവരുടെ ശരീരം മറ്റുള്ളതിൽ നിന്ന് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് ആണ് അയാൾ സൂക്ഷിക്കുന്നത്. ഓക്കെ, സോ ഇത് സെറോട്ടോണിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും നമ്മുടെ ശരീരത്തിൽ എല്ലാ സ്ഥലത്തും കാണപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ടുള്ള സെക്രീഷൻ വരുന്നത് ഈ ഒരു കുടലിൽ നിന്നാണ്. ഓക്കെ, സോ നല്ല രീതിയിൽ സെറോട്ടോണിൻ ഇല്ലെങ്കിൽ അത് നമ്മുടെ ക്രേവിങ്സ്, ഒരു പക്ഷേ പ്രത്യേകിച്ചും മധുരമുള്ള സാധനങ്ങളുമായിട്ടുള്ള ഒരു ക്രേവിങ്സ് ഉണ്ടാക്കാം, മെമ്മറി പ്രോബ്ലം ഉണ്ടാക്കാം, സെക്ഷുവൽ ഡിസയർ കുറയാം, അതുപോലെ തന്നെ ഉറക്കത്തിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. സോ കുടലിന്റെ ആരോഗ്യം ജസ്റ്റ് ആ ഒരു മൂഡ് മാത്രമല്ല, ഈവൻ ഉറക്കത്തിനും പ്രശ്നം ഉണ്ടാകാം. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഹാവ് ടു മച്ച് സെറോട്ടോണിൻ? കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു സെറോട്ടോണിൻ സിൻഡ്രോം എന്ന് പറയാം. അത് ഈവൻ അതും പ്രശ്നമാണ്. പക്ഷേ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ആൾക്കാരിൽ സെറോട്ടോണിന്റെ അളവ് കുറഞ്ഞു കാണുന്നതാണ് ഇപ്പോഴും. അപ്പൊ ശരിക്കും അതുകൊണ്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാ വരുന്നത്? ഈ
റെസ്റ്റ്ലെസ്നെസ്സും അതുപോലെ തന്നെ ഷിവറിങ്ങും ഒക്കെയാണ് സെറോട്ടോണിൻ കൂടിയാലുള്ള സിംറ്റംസ് വരുന്നതെങ്കിൽ ഈവൻ ചിലപ്പോൾ ചില മരുന്നുകളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള സിംറ്റംസിനോട് ഉത്തേജക മരുന്നുകളൊക്കെ ഇല്ലേ അതുമായിട്ടും അല്ലെങ്കിൽ ഈവൻ ലിക്കർ പോലെയുള്ള മയക്കുമരുന്ന് പോലെയുള്ളതിനോടൊക്കെ അതിനെ ഒരുപക്ഷെ നമുക്ക് ഉപമിക്കാം. അങ്ങനെയുള്ള സിംറ്റംസുമായിട്ട് ഒരുപക്ഷെ ഇതിന് റിലേഷൻ ഉണ്ട്. സോ സെറോട്ടോണിൻ കൂടാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല രീതിയിലുള്ള മൂഡ് എൻഹാൻസേഴ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. സെറോട്ടോണിൻ അപ്പോൾ കൂടുതൽ ആവേണ്ടതും ശരീരത്തിന്, നോർമൽ ശരീരത്തിന്, ഹെൽത്തി ബോഡിക്ക് വേണ്ട രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. എങ്ങനെയാ സെറോട്ടോണിൻ ഉണ്ടാക്കുന്നത്? എങ്ങനെയാ? ജസ്റ്റ് നമ്മുടെ ബോഡി മാത്രമാണ് ഉണ്ടാക്കുന്നത് അല്ല, ഈവൻ നമ്മുടെ ഗട്ട് ബാക്ടീരിയ, ശരീരത്തിനകത്തുള്ള മൈക്രോബയോം കൂടെ ഈ ഒരു സെറോട്ടോണിൻ സെക്രീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ വയറും നമ്മുടെ ഉറക്കവും തമ്മിൽ എങ്ങനെയാ ബന്ധം? ഉറക്കത്തിനെ പറ്റി നേരത്തെ സിർക്കാഡിയൻ റിതത്തിന്റെ ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പകല് മുഴുവൻ പണിയെടുക്കുക, രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തേക്ക് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് വേഗം തന്നെ ഉറങ്ങുക. ആ ഒരു കാര്യത്തിനാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു രാവിലെ ആവുമ്പോൾ സൂര്യൻ എഴുന്നേൽക്കുന്നതിന്റെ ഒന്നിച്ച് നമ്മൾ എഴുന്നേൽക്കും. ഈ ഒരു കാര്യത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിൽ നടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി വളരെ എഫക്റ്റീവ് ആവും. പോസിറ്റീവ് ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മെത്തേഡിൽ നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. മെത്തേഡിൽ പോയില്ലെങ്കിലോ, സിർക്കാഡിയൻ റിതമായിട്ട് നമുക്ക് നേരെ പോവാൻ പറ്റിയില്ലെങ്കിലോ ഡയണൽ റിതമിസിറ്റി പോകും എന്ന് പറയും. ഈ ഡയണൽ റിതമിസിറ്റി പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംപേർഡ് മീൻസ് നമുക്ക് ശരിയായ രീതിയിൽ ഫങ്ഷനിങ് ഇല്ലാത്ത ഒരു ശരീരം, പ്രത്യേകിച്ചും നമ്മുടെ വയറ്, അതിൻ്റെ ഒന്നിച്ച് തന്നെ ബ്രെയിനും ആണ് ഉണ്ടാവുന്നത്. പല ആൾക്കാർ ഇപ്പം നേരത്തെ ഒരു കണക്ഷൻ പറഞ്ഞിരുന്നില്ലേ, ഗട്ട് ബ്രെയിനിനെ എഫക്ട് ചെയ്യും, ബ്രെയിൻ ഗട്ടിനെ എഫക്ട് ചെയ്യും. ആ ഒരു കണക്ഷൻ ഇവിടെ പൂർണ്ണമായിട്ടും നടക്കും. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, വേണ്ട സമയത്ത് കഴിക്കാൻ തോന്നില്ല, അല്ലെങ്കിൽ സമയാസമയത്ത് കഴിക്കുന്നത് അത് 1-2 ദിവസം ഉറക്കൊഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴോ ശരീരം അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശരീരത്തിന്റെ പല കാര്യങ്ങളെ മാറ്റും. അവിടെ അത് മൂഡുമായിട്ട് എഫക്ട് ചെയ്യും. ഗട്ട് ആൻഡ് ഫുഡ്, നമ്മുടെ പല മൂഡും കൺട്രോൾ ചെയ്യുന്നത് എവിടുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്നാണ്. നല്ല ഭക്ഷണങ്ങൾ ഇപ്പം നോർമലി നല്ല ഭക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും സന്തോഷിക്കാറുണ്ട്. അത് നട്ട്സും സീഡ്സും അല്ലെങ്കിൽ ഈ പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ അതിൽ പെടുത്താം. നമുക്ക് നല്ല ഒരു സദ്യ ഇല കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നില്ലേ, ഓ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ആണോ നമുക്കൊരു ചിക്കൻ ഫ്രൈ മാത്രം എടുത്തിട്ട് കണ്ടു കഴിഞ്ഞാൽ തോന്നാം. ഇപ്പോഴും പല ആൾക്കാർക്ക് ഇത് മാറിയിട്ടുണ്ട്. നല്ല സദ്യയുടെ ഇല കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം നല്ലതൊന്നും തോന്നില്ല. അതേ സമയത്ത് ചിക്കൻ ഫ്രൈ കണ്ടു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടും. കാരണം അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗട്ടും മൈക്രോബയോവും രണ്ടും മാറുന്നതിന്റെ ഒരു കാരണം അത്, അല്ലെങ്കിൽ ഒരു റിസൾട്ട് അത്. ഓക്കെ, സോ ഇതൊക്കെ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭക്ഷണങ്ങളാണെങ്കിൽ അത് കൂടുതൽ ആക്റ്റീവ് ആവും, അലേർട്ട് ആവും, അത് ദഹിപ്പിക്കാനും അതുപോലെ തന്നെ ആഗിരണം ചെയ്യാനും വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിരിക്കും. അതേ സമയത്ത് നമ്മുടെ ചില ഭക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും ഒരു ഇറിറ്റബിലിറ്റി. കൂടുതൽ കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. മീൻസ് ഉറക്കം വരുന്നില്ല എന്നാൽ ഉറങ്ങാൻ വേണം എന്നാൽ അതിന്റെ ഒന്നിച്ച് മീൻസ് ഇത് ചെറിയ കുട്ടികളെ, കൊച്ചു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിയില്ലെങ്കിലൊക്കെ അവരുടെ ഇത് മാറും. അതുപോലെ തന്നെ ഭക്ഷണം കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവരുടെ ഭാവം മാറും, അല്ലെ? അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് ഉണ്ടാവുക. ഇവിടെ മുമ്പ് ഒരു സെഷൻ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹിഡൻ ഷുഗറിനെ പറ്റിയിട്ട്. നമ്മൾ പല തരത്തിലുള്ള പാക്ക് ഫുഡും വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്ത് ഷുഗർ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഷുഗർ പെട്ടെന്ന് തന്നെ നമ്മുടെ എനർജി റേസ് കൊടുക്കും, പെട്ടെന്ന് എനർജി കൂടുതൽ ഉണ്ടാക്കി കൊടുക്കും. ഈ എനർജി പെട്ടെന്ന് തന്നെ താണുമ്പോൾ ഈ പെട്ടെന്ന് താഴുന്ന എനർജി എന്താക്കും, നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് മൂഡ് അപ്പ് ആൻഡ് ഡൗൺ ആവും, മൂഡ് സ്വിങ്സ് ഉണ്ടാക്കും. ഈ മൂഡ് സ്വിങ്സ് പ്രത്യേകിച്ച് കാൻഡി, കുക്കീസ് ഒക്കെ കഴിക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് വരുന്നത്. ഇത് നമ്മളെ വളരെ മോശമായിട്ട് എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ
നമ്മുടെ ഡയറ്റ് ശരിയാവുന്ന സമയത്ത് പല രീതിയിലാണ് അത് നമ്മളെ സഹായിക്കുന്നത്. ഹെൽത്തി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഗുഡ് ബാക്ടീരിയയുടെ അളവ്, അതിന്റെ പ്രൊമോഷൻ കൂടുതലുണ്ടാവും. അതിൽ നല്ല ഫൈബർ അടങ്ങിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ നല്ല ബയോട്ട രണ്ടും ഉണ്ടാവും. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ബയോട്ടിക്, നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ ഉണ്ടാക്കേണ്ട പല ബയോ ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പണൻസും ഉണ്ട്. ഇതൊക്കെ വേണ്ട രീതിയിൽ കിട്ടും. പ്രത്യേകിച്ച് SCF എന്ന് പറയും, നമ്മുടെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് പലതും ഈ ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ്. ഈ പോസ്റ്റ് ബയോട്ടിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസിന് മാത്രമല്ല, ഈവൻ നമ്മുടെ മൂഡിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതേ സമയത്ത് ഭക്ഷണം അൺഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ ഡിസ്ബയോസിസ് നടക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബാക്ടീരിയയും മോശം ബാക്ടീരിയയും തമ്മിലുള്ള ആ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ മാറുക, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഡിസ്ബയോസിസ് എന്ന് പറയും. അങ്ങനെ ഒരു കാര്യം നടക്കാം. അത് നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ ഇംബാലൻസ് ചെയ്യിക്കും, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാക്കും. അതല്ലെങ്കിൽ വേണ്ട രീതിയിൽ ആ ഹോർമോണുകളുടെ സെക്രീഷൻ ഉണ്ടാവില്ല. നമുക്ക് ഇത്തരം സെക്രീഷൻസ് ഇല്ലെങ്കിൽ അത് പിന്നീട് വീണ്ടും നമ്മളെ ഒരു സൈക്ലിക് പ്രോസസ്സ് വഴി നമ്മളെ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ഡയറ്റിന് വളരെ വലിയൊരു റോളാണ് പ്ലേ ചെയ്യാനുള്ളത്. അതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും വയറിനകത്ത് ചില ഇഷ്യൂസ്, പ്രത്യേകിച്ച് അസിഡിറ്റി, അതുപോലെ തന്നെ ഗാസ്ട്രിക് ഇഷ്യൂസ്, ഇതുപോലെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്തും നമ്മളെ വളരെ കൂടുതലായിട്ട് അത് ബാധിക്കാറുണ്ട്. അതെ, ശരിക്കും നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാക്കുന്നത്. ഈ കുടലിനകത്തുള്ള സ്ട്രെസ്സുകൾ ചിലപ്പോഴും അത് നമ്മളെ തന്നെ ഇന്ററപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ ഒക്കെ ഇന്ററപ്റ്റ് ചെയ്യും. ഇത് ഫാൾസ് അലേർട്ട്നെസ് കൊടുക്കും, എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. ഇങ്ങനെയുള്ള അലേർട്ട്നെസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ആക്റ്റീവ് ആവും. ഇങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റി ആക്റ്റീവ് ആവുന്ന സമയത്ത് അത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിലേക്കോ അവിടെ തന്നെ നമ്മുടെ ശരീരത്തിനെ തന്നെ അത് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്കോ ഒക്കെ എത്തും. ഫാൾസ് സിഗ്നലിംഗ് കൊടുക്കും. ഈ സിഗ്നലിംഗ് ഒക്കെയാണ് ചിലപ്പോൾ മൂഡുമായിട്ട് നേരിട്ട് കണക്ഷൻ വരുന്നത്, GBA, നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സിസ് വഴി. ഓക്കെ, ഇവിടെ സ്ട്രെസ്സിന്റെ എന്താണ് ഇമ്പാക്ട് എന്ന് നോക്കാം. നമ്മുടെ സ്ട്രെസ് നേരത്തെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കോർട്ടിസോളിന്റെ അളവ് കൂട്ടുമെന്ന് പറഞ്ഞു. ഈ കോർട്ടിസോളിന്റെ അളവ് കൂട്ടുന്ന സമയത്ത് അത് ഒന്ന് മോട്ടിവേഷൻ കുറക്കും. അതുപോലെ തന്നെ കൂടുതൽ നമ്മുടെ ഡിമാൻഡ് കൂടും. മീൻസ് നേരത്തെ പറഞ്ഞ ഷുഗറിന്റെ അളവ് കൂടുതൽ, എനർജി കൂടുതൽ വേണം, അതുപോലെ തന്നെ ഓക്സിജൻ കൂടുതൽ വേണം. ഇതൊക്കെ കൂടുതൽ വേണ്ട സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ, നമ്മുടെ ബോഡിയുടെ എക്സൈറ്റ്മെന്റും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ത്വരയും ഒക്കെ കുറയും. ലാക്ക് ഓഫ് എനർജി ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ മോട്ടിവേഷനും കുറയും. കോർട്ടിസോളിന്റെ അളവ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോങ് ടേം പ്രോസസ് ആണ്. മീൻസ് കൂടുതൽ നേരം ഇതുപോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. അങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മുടെ ഇൻസുലിൻ ലെവല് മാറും. അങ്ങനെ ഈവൻ നമ്മുടെ ഉറക്കത്തിന് ഡിസ്റ്റർബ് ചെയ്യിക്കാം. ക്ഷീണം ഉണ്ടാവും, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. സെറോട്ടോണിൻ, അതുപോലെ തന്നെ മറ്റ് ആപ്പിറ്റൈറ്റ് റെഗുലേറ്റിംഗ് ഹോർമോൺ ആയിട്ടുള്ള ഗ്രലിൻ, ലെപ്റ്റിൻ, ഇതിനെയൊക്കെ അഫക്ട് ചെയ്യും. ഗ്രലിനെ അഫക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വിശപ്പ് ഉണ്ടാവും, അപ്പൊ നമുക്ക് കഴിക്കാൻ തോന്നും. അതേ സമയത്ത് ലെപ്റ്റിനെ അഫക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ചില ആൾക്കാർക്ക്, മിക്കവാറും ആൾക്കാർക്കൊക്കെ ഈ കോർട്ടിസോളിന്റെ അളവ് കൂടുന്ന സമയത്ത് ഭക്ഷണം കൂടുതൽ കഴിക്കാനാണ് തോന്നാറ്. ഫിസിക്കൽ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗട്ട് മൈക്രോബയോട്ടയ്ക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണത്. ശരിക്കും മസിൽ മാത്രമല്ല, ഈവൻ നമ്മുടെ വയറിനകത്തുള്ള ഒരുപാട് ബാക്ടീരിയക്ക് കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫിസിക്കൽ എക്സസൈസ്. ഈ ഫിസിക്കൽ എക്സസൈസ് സാധാരണഗതിയിൽ എക്സസൈസ് ചെയ്ത ആൾക്കാർക്ക് കൂടുതലായിട്ട് എനർജി ഫീൽ ചെയ്യാണ് ചെയ്യുക. എങ്ങനെയാ വേണ്ടത്? നമ്മളിപ്പോ ഒരു ബാങ്കിൽ പോയി അവിടുന്ന് കൂടുതൽ പൈസ, നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ ഓൾമോസ്റ്റ് 1,00,000 രൂപ ഉണ്ടായിരുന്നു, 90,000 നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ബാലൻസ് ഇല്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ തോന്നും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവോ? ഇല്ല. അതേ സമയത്ത് നമ്മുടെ ശരീരത്തിലെ എനർജി യൂട്ടിലൈസേഷൻ അങ്ങനെയല്ല.
നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ ഓൾമോസ്റ്റ് 90% യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും വീണ്ടും നമുക്ക് എനർജി ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയറിനകത്തുള്ള, കുടലിനകത്തുള്ള പല മൂവ്മെന്റ്സും ഇൻക്ലൂഡിങ് പെരിസ്റ്റാൾസിസ് പോലെ, പെരിസ്റ്റാൾസിസും നല്ല രീതിയിൽ നടക്കണ്ടെങ്കിൽ എന്താ ഗുണം? നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് വളരെ ഗുണം ചെയ്യും. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വളരെ ഗുണം ചെയ്യും. SCF, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്, വളരെ നല്ല രീതിയിൽ അതുണ്ടാക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂഡുമായിട്ട് നേരിട്ട് കണക്ഷൻ വരുന്നത്. ഓക്കെ, സോ എന്താണ് ഇനിയിപ്പം നമ്മുടെ മൂഡൊന്ന് ശരിയാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തി ഗട്ടിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ അറിയാം. അതേ സമയത്ത് ഈ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ആ ഒരു ഹെൽത്തി ഗട്ടിനെ മൈക്രോബയോം മാത്രമായിട്ടല്ല ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. അത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു? നമ്മുടെ മൂഡ് ഇത്രമാത്രം നമ്മളെ വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂഡൊന്ന് ശരിയാക്കി വയറ് ശരിയാക്കാൻ പറ്റില്ലേ? ആ ഒരു കാര്യത്തിലേക്കൊക്കെ നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ അറിയാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. വളരെ വളരെ മനോഹരമായ ഒരു സെഷൻ. തീർച്ചയായിട്ടും ചില ഹോട്ട് ലൈൻസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ബ്രെയിൻ മാത്രമല്ല, ബ്രെയിനിലേക്ക് എത്തിക്കുന്ന കുറെ ഹോട്ട് ലൈൻസ്. അതിൽ 2 പ്രധാനപ്പെട്ട ഹോട്ട് ലൈൻ ഹാർട്ടുമായിട്ടുള്ള ഹോട്ട് ലൈൻ ഉണ്ട്. പിന്നെ വാഗസ് നെർവ് വഴി നമ്മളുടെ വയറുമായിട്ട്, ഗട്ടുമായിട്ട് കണക്ഷൻ. അവിടെ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന മനോഹരമായ ഹോർമോൺസിനെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ സാറ് പറഞ്ഞ തുടക്കത്തിലേ പറഞ്ഞു, വളരെ രസകരമായ ടോപ്പിക്കാണ്. ഇത്രയൊക്കെ കണക്ടിവിറ്റി ഉണ്ടായിട്ടാണോ നമ്മൾ ഇങ്ങനെ ആയി പോകുന്നത്? തീർച്ചയായിട്ടും നമ്മളുടെ വൈകാരിക ബന്ധത്തെ എത്രമാത്രം നമ്മുടെ വയറ് സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ കണക്ഷൻ എങ്ങനെയാണ്? ഒരു സൂപ്പർ ഫാസ്റ്റ് ഹൈ കണക്ടിവിറ്റി ഹൈവേ ആണ് വാഗസ് നെർവിലൂടെ ഗട്ട് ബ്രെയിൻ ആക്സസിലേക്ക് കണക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയുമ്പോൾ കൂടുതൽ നമ്മുടെ ശരീരത്തോട് നമുക്കൊരു സ്നേഹം വരും, വയറിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തോന്നും, മൈക്രോബയോംസിനെയൊക്കെ ഒന്ന് അറിയണമെന്ന് തോന്നും. തീർച്ചയായും അടുത്ത ആഴ്ച കൂടുതൽ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ചർച്ചയ്ക്കായി വിടുകയാണ്. താങ്ക് യു സാർ. ഓക്കെ ബാബു സാർ, ഞാൻ പറയട്ടെ സാറേ, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. കുറെ കാലമുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അത് ഇന്ന് ക്ലിയർ ആയി എന്നുള്ളതാണ്. എനിക്ക് മാത്രല്ല, സയന്റിസ്റ്റുമാരും ഡോക്ടർമാർക്കും ഒക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ് ഈ ബ്രെയിൻ, ലൈക്ക് ഹാർട്ടിന് ഓൺലി ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു റോള് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന കുറെ നല്ല വിവരമുള്ള ആളുകൾ വരെ ഉണ്ട്. അതേ സമയത്ത് നൂറ്റാണ്ടുകളായി പറയുന്നതും ചിത്രീകരിക്കുന്നതുമായ ഒരു കാര്യമാണ് ഹാർട്ടിന് പിന്നെ അഫെക്ഷൻ, ഫീലിങ്സ്, ഇമോഷൻസ്, ലവ് ഒക്കെ ഫീൽ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിലും പല ആളുകളും പറയും ഹാർട്ടിന് അങ്ങനെ റോൾ തന്നെ ഇല്ല എന്നുള്ളത്. അതേസമയം ഇന്ന് സാറ് പറഞ്ഞു അതിൽ കുറെ ന്യൂറോൺസ് ഉണ്ട്, അതിൽ ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് എന്ന് പറഞ്ഞപ്പോ ആ കൺഫ്യൂഷൻസ് ഇതോടുകൂടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഇതൊരു നല്ല ഒരു പുതിയ ഒരു വിവരമായിട്ടാണ് എനിക്ക്, അതായത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആണെന്നുള്ളത്. താങ്ക് യു വെരി മച്ച്. പിന്നെ സാറ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞു, അതൊന്ന് വിശദീകരിച്ച കൊള്ളാമായിരുന്നു. ബട്ടർഫ്ലൈ എഫക്റ്റ് അല്ല, ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് വേറൊരു രീതിയാണ്. അത് ഇവിടെയുള്ള ഒരു ബട്ടർഫ്ലൈയുടെ ചിറകിന്റെ ചലനം വേറെ ഏതോ രാജ്യത്തോ വേറെ ഏതോ ലോകത്തോ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ ഉതകും എന്നുള്ളതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് ശരിക്കും. അതേ സമയത്ത് ഞാൻ ഉദ്ദേശിച്ച ബട്ടർഫ്ലൈ ഇൻ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്, നമ്മുടെ സാധാരണഗതിയിൽ പൂമ്പാറ്റകൾ എപ്പോഴും വെറുതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരു വളരെ കാം ആൻഡ് ക്വയറ്റ് സ്വഭാവമുള്ളവര്, നമ്മൾ അതിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് ഇതിന് ആ ഒരു ചലനം, നമ്മുടെ മൂവ്മെന്റ് കൊണ്ടുള്ള എയർ ഫ്ലോ അതിന് കിട്ടിയിട്ട് അത് പെട്ടെന്ന് തന്നെ അവിടുന്ന് പറക്കാൻ തുടങ്ങും. അപ്പൊ ആ ഒരു പറക്കൽ ഒരുമിച്ച് ഒരുപാട് ബട്ടർഫ്ലൈ പറക്കുന്നതാവുമ്പോൾ ആകെ ഒരു ഡിസ്റ്റർബ്ഡ് അന്തരീക്ഷമായിരിക്കും. അങ്ങനെ ഒരു അന്തരീക്ഷം നമ്മുടെ കുടലിനകത്ത് ഫീൽ ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് ബാക്കി എല്ലാവരും കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും,
പക്ഷെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വ്യക്തി ആദ്യമായിട്ട് പ്രസംഗിക്കാൻ പോകുന്നതാണെങ്കിൽ അയാളുടെ ഉള്ളിൽ ആ ബട്ടർഫ്ലൈ അയാൾ മാത്രം അറിയുന്നുണ്ടാവും. അയാൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ പൊതുജനങ്ങളും അറിയും. ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. അതുകൊണ്ട് പലപ്പോഴും അങ്ങനെയുള്ളവർ 1-2 മിനിറ്റ് മാത്രം സംസാരിച്ച് നിർത്താറുണ്ട്. ജസ്റ്റ് ഒരു നന്ദിയോ അല്ലെങ്കിൽ ഒരു സ്വാഗതമോ മാത്രം പറയാനുള്ള സന്ദർഭങ്ങളിൽ പോലും പല ടീച്ചർമാരും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരും അവിടെ സംസാരിക്കാതെ മാറി നിൽക്കാറുണ്ട്. അതിന്റെയൊക്കെ കാരണം വരുന്നത് ആ ഒരു ശീലമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ വയറിനകത്ത് അല്ലെങ്കിൽ തലയ്ക്കകത്തും ഒക്കെ വരുന്ന ഒരു വിസ്ഫോടനമാണ്. അനുഭവിക്കാറുണ്ടത്. വയറിന്റെ അകത്ത് ഒരു കാളല് മാതിരി അനുഭവിക്കും. അതുപോലെ തന്നെ അത് പേടിണ്ടായാലും പെട്ടെന്നൊരു നെട്ടലോട് കൂടെ നെട്ടുന്ന ഒരു പേടി ഉണ്ടാവുമ്പോഴും ആ അവസ്ഥ വരാറുണ്ട്. അപ്പോ സാറ് പറഞ്ഞതുപോലെ ഈ ഗട്ട് ബ്രെയിനും ഹാർട്ടിലുള്ള ന്യൂറോൺസും ബ്രെയിനിനെ പോലെ തന്നെ പല ഫീലിങ്സും ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സാർ. രാജു സാർ പറയും. സാറിന്റെ ഈ സ്പീച്ചിൽ നിന്ന് അബ്ദുൽ സാർ അത് പറഞ്ഞതുപോലെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിൽക്കുന്നതായിരുന്നു. ഹാർട്ടും ഫീലിങ്സുമായിട്ട് എല്ലാ ബന്ധവും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. അതുണ്ടെന്നുള്ളതാണ് സാർ പറഞ്ഞത്. പിന്നെ എനിക്ക് ഈ ബട്ടർഫ്ലൈസിന്റെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്രസംഗിക്കാൻ കയറുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ഈ ഭയം, നമ്മൾ പറയാറില്ല സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയുന്ന ബട്ടർഫ്ലൈസിന്റെ സ്റ്റൊമക്ക് എന്നാണ് പറയാറ്. അതൊന്ന് കുറച്ചുകൂടി വിശദമാക്കണം. പിന്നെ അതുപോലെ ഈ പറയുന്നതായിട്ട് നമ്മുടെ ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കണേ, വൈകുന്നേരം പണ്ടൊക്കെ എനിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരത്തില്ല. ഇപ്പം നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരത്തില്ല, കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ഉറക്കം വരത്തുള്ളൂ. ഇതെല്ലാം ഒരു ശീലമല്ലേ? ഉദാഹരണത്തിന് നമുക്ക് രാവിലെ ഉച്ചയ്ക്കായിട്ട് ഈ 3 നേരം വിശക്കുന്നത് ഒരു ശീലമല്ലേ? അത് നമ്മുടെ പറയത്തില്ല കള്ളവിശപ്പാണ്. അത് കുറച്ച് ദിവസം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ അന്നേരം വിശപ്പുണ്ടാകത്തില്ല. കുറെ ദിവസങ്ങളിൽ ഈ പറയുന്ന ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും സമയത്ത് കഴിക്കാതിരുന്നാൽ ആ സമയത്ത് വിശപ്പുണ്ടാകില്ല. അപ്പം ഈ പറയുന്ന വിശപ്പ് എന്ന് പറയുന്നത് കള്ള വിശപ്പാണ്, അതായത് ശീലം ഉണ്ടാകുന്ന വിശപ്പല്ലേ? അങ്ങനെ സംശയമുണ്ട്. കാരണം വീട്ടിലത്തെ കാര്യത്തിന് അത്താഴം കഴിച്ചിട്ട് കിടക്കുന്നവർക്ക്, അത്താഴം കഴിക്കാതെ കിടക്കുന്നവർക്ക് ചിലർക്ക് ഉറക്കം വരത്തില്ല. അത്താഴം കഴിച്ചിട്ട് കിടന്ന ചിലർക്ക് ഉറക്കം വരത്തില്ല. അത്താഴം കഴിക്കാതെ കിടന്നാലും ഉറക്കം വരത്തില്ല. അങ്ങനെ അപ്പോൾ അതൊക്കെ ഒരു ശീലമല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. ഇതുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഡോസ് എന്ന് പറയുന്നത് ഹാപ്പി ഹോർമോൺസ് ആണ്. അതായത് ഹാപ്പി ഹോർമോൺസ് ആണ്. അത് ഡോപ്പാമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ, ഇതെല്ലാം ഹാപ്പി ഹോർമോൺസ്. ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നില്ല, ഒരേ സ്ഥലത്ത് നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ എനിക്കുണ്ട്. ഓക്കെ, ബാക്ക് ടു സാബു സാർ. അത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഡോസ് എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അത് ഒരു സ്ഥലത്ത് നല്ല സെക്രീഷൻ വരുന്നത്, പല സ്ഥലങ്ങളിലായിട്ട്. ഈവൻ മസിൽസിൽ നിന്നാണ് എൻഡോർഫിൻസ് പലതും വരുന്നത്. അപ്പോ ഇത് സെക്രീഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ള പല കാര്യങ്ങളും നമ്മുടെ ശരീരം ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മളെ മാത്രമല്ല, നമ്മുടെ ബാക്ടീരിയ കൂടി സെറോട്ടോണിൻ സെക്രീഷന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് 90% സെറോട്ടോണിനും നമ്മുടെ വയറിൽ നിന്നാണ് സെക്രീറ്റ് ആവുന്നത് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ബ്രെയിനിന് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരു 1.2 to 2 kg അതിന്റെ ഇടയിലാണ് ആവറേജ് ബ്രെയിൻ സൈസ് വരുന്നതെങ്കിൽ നമ്മുടെ ഗട്ട് മൈക്രോബയോട്ട വരുന്നത് 1.5 to 2 kg ആണ്. അത്രയും വെയിറ്റ് ശരിക്കും ഈ ബാക്ടീരിയക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ബാക്ടീരിയയുടെ കപ്പാസിറ്റി എന്തായിരിക്കും? അത് സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു ആൾട്ടർനേറ്റ് കോളനി വേണമെങ്കിൽ അതിനെ സ്വന്തമായിട്ട് നടത്താൻ പറ്റും, അല്ലെ? നമ്മുടെ സ്വന്തം ജീനുകളുടെ എണ്ണം 25,000 മാത്രമാണെങ്കിൽ ഈ ബാക്ടീരിയകളുടെ ജീനുകളുടെ എണ്ണം ഏകദേശം 44 ലക്ഷത്തോളം വരും. അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് നമ്മുടെ വയറിനകത്തുള്ളത്. അപ്പൊ ശരിക്കും അതിന്റെ കോശങ്ങളുടെ എണ്ണോ അല്ലെങ്കിൽ നമ്മുടെ വയറിന്റെ കോശങ്ങളുടെ എണ്ണോ ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു കമ്പാരിസൺ എപ്പോഴും നമുക്ക് നല്ലതാണ്. അപ്പൊ നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കാണുന്ന ഈവൻ ചാനലുകളോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മളെ പോലെയുള്ള ഒരുപാട് കമ്മ്യൂണിറ്റി ഇതിനകത്തുണ്ട്. ഈ കമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ നടക്കേണ്ടത് ആവശ്യമാണ്. അപ്പോഴും മാത്രമേ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂ. സാർ, എന്ന് വെച്ചാൽ രാവിലെ ഇഡലി കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ഈ കമ്മ്യൂണിറ്റിയും കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കോളും.
അതെ. യെസ്. വേറെ ആരാ പറയുന്നേ? എനി ഡൗട്ട്സ്? നമസ്കാരം, ഗോപകുമാറാണ്. കേൾക്കാവോ? യെസ് യെസ്, കേൾക്കാം. അപ്പൊ ഈ പല കാര്യമാണ് നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും അംഗീകരിക്കാനും വിശ്വസിക്കാനും പ്രയാസമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് സാറ് ക്ലാസ് എടുത്തത്. അതിന് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. എന്റെ അടുക്കല് നല്ല വിദ്യാഭ്യാസമുള്ള ജോലികളുള്ളവർ രണ്ടുപേര് വന്നു. അതിൽ നല്ല തലവേദന പറഞ്ഞു. അപ്പൊ വിവരങ്ങൾ കേസെടുക്കും ഇതൊക്കെ തമ്മിൽ എന്നാ സംബന്ധം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് രണ്ടിനൊക്കെ സംബന്ധം ഇറുക്കെന്ന് പറഞ്ഞു. അപ്പൊ പല വിദ്യാഭ്യാസമുള്ളവർക്കും അറിയാൻ വയ്യാത്ത കാര്യത്തെ കുറിച്ചാണ് ഇന്ന് സാറ് നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് വ്യക്തമായി ക്ലാസ് എടുത്ത് അത് മനസ്സിലാക്കി അടുത്ത തവണ ഓക്കെ, സാറ് പറഞ്ഞത് ഓക്കെ, ക്ലിയർ ആയി. അടുത്ത ക്ലാസ് കൂടി ആകുമ്പോൾ അത് റെഡി ആയിക്കോട്ടെ. ഓക്കെ, നമസ്കാരം. പറയുന്നു. സാറേ നമസ്കാരം. പറഞ്ഞോളൂ. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. കുറെ കാര്യങ്ങൾ നമ്മളിപ്പം അനാട്ടമിയിലായാലും അല്ല പഠിക്കുമ്പോൾ പിന്നെ കുട്ടികൾക്കാണെങ്കിലും ശരിയായിട്ട് ക്ലിയർ ആയിട്ടുള്ള ക്ലാസ് അല്ല കിട്ടുന്നത്. അവർക്ക് ആ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്ലാസ് എടുക്കുന്നു, പരീക്ഷ എഴുതുന്നു, പാസ്സാവുന്നു, അങ്ങനെയുള്ളതാണ്. ക്ലിയർ കട്ട് ക്ലാസ് ആർക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അപ്പൊ ഇതുപോലെയുള്ള സാറന്മാരെടുക്കുമ്പോഴാണ് അത് ശരിക്കും നമുക്ക് വിശദമായിട്ട് അറിയാൻ പറ്റുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തില് ഭക്ഷണം ഇതിനെ പറ്റി പറയുമ്പോൾ ഒരു നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി എന്നാ പറയുന്നത്. അപ്പൊ ഭക്ഷണം കുറക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം ഭക്ഷണം ആവശ്യത്തിന് മാത്രം കഴിക്കുക എന്നുള്ളത്, അല്ലാതെ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ എന്താ ഉണ്ടാക്കിയ പുട്ട്, ഉച്ചക്ക് എന്താ നീ ഉണ്ടാക്കുന്നത്, വൈകുന്നേരം എന്താ ഉണ്ടാക്കുന്നത്, രാത്രി ഒരു ലിസ്റ്റ് പോലെ ചോദിക്കും വീട്ടില് ഭർത്താക്കന്മാര്. അപ്പൊ അത് എല്ലാം നിർബന്ധമായിട്ടും കഴിക്കണം എന്നുള്ള രീതിയിൽ, വിശക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കാന്നുള്ള രീതിയിലാണ് ഭക്ഷണം വേണ്ടത്. അപ്പൊ ദഹനത്തിനുള്ള പ്രശ്നം ഉണ്ടാവും. അതുപോലെ ഹാർട്ടിന്റെ പറഞ്ഞു സാറ്. പിന്നെ സാറ് പറഞ്ഞില്ല, ഇപ്പൊ നമ്മളിപ്പോ അടുത്ത് പഠിച്ചതിന്റെ ഒരു കാര്യത്തില് പറയുമ്പോൾ ഈ മെറിഡിയൻ പഠിക്കുമ്പോൾ നമ്മൾ 3 മണി മുതൽ 5 മണി വരെ ലങ്സ് പ്രവർത്തിക്കും, 5 മണി മുതൽ 7 മണി വരെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ, അതുപോലെ 7 to 9 സ്റ്റൊമക്ക്, ഇങ്ങനെ ഓരോ ലിസ്റ്റ് ഉണ്ടല്ലോ സാറേ. അത് നമ്മളിപ്പോ നേരത്തെ സാറ് പറഞ്ഞല്ലോ, നേരത്തെ എഴുന്നേൽക്കുക, സൂര്യൻ ഉദിക്കുമ്പോ എഴുന്നേൽക്കുക, അതുപോലെ സൂര്യൻ അസ്തമിക്കുമ്പോ കിടക്കുക എന്നുള്ളത്. പണ്ടുള്ളവര് കൂട്ടുകുടുംബത്തിലൊക്കെ ഇങ്ങനെയായിരുന്നു ചെയ്തത്. ഇപ്പൊ പിന്നെ ഈ 12 മണിക്കും 1 മണിക്കും മൊബൈല് കളിച്ചോണ്ടിരിക്കുന്ന കുട്ടികളാണ് നമ്മൾ കാണാം. അവരെ ശരിക്കും ആരോഗ്യം ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോ അവർക്ക് ആരോഗ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സാറിന്റെ ക്ലാസ് നല്ലതായിരുന്നു സാറേ. വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കുള്ള? ജോർജ് സാർ കേൾക്കുന്നുണ്ടോ? ജോർജ് സാർ, റോയ് സാർ, സരസ്വതി മാം, റോയ് സാർ പറയും. സാറേ ഞാൻ പറഞ്ഞോട്ടെ? പറയും സാർ. താങ്ക് യു സാർ. സനൽ സാറേ, പതിവ് പോലെ ഒത്തിരി ഇൻഫർമേഷൻസ്, ഒത്തിരി കാര്യങ്ങളാണ് അറിയുന്നത്. വാസ്തവത്തിൽ ഈ സെക്കൻഡ് ബ്രെയിൻ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതിങ്ങനെയൊക്കെയാണ് എന്ന് അറിഞ്ഞിട്ടില്ല. ഹാപ്പി ഹോർമോൺസ് എല്ലാം ബ്രെയിനിൽ നിന്ന് വരുന്നു എന്നാണ് ഇന്ന് 7 മണി വരെയുള്ള ചിന്ത വീട്. ഈ സെറോട്ടോണിനും 90% വരുന്നത് ഇവിടെ നിന്നാണെന്ന് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. എന്തായാലും സാറേ, ഒത്തിരി കണ്ണു തുറപ്പിക്കുന്ന ഒത്തിരി ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തു. അതെ, മറ്റൊന്നിനേക്കാളും വലുതുമല്ല ചെറുതുമല്ല, ഓരോ ഓർഗൻസും ഓരോ ഫങ്ഷനും ഓരോ കരുതലും, ഭക്ഷണകാര്യം അതെ, ഉറക്കം അതെ, എല്ലാ റൊട്ടീൻസും ഇനിയും ഒന്നും കെയർലെസ് ആയിട്ട് വിടാൻ പാടില്ല എന്നോട് ഒന്നും ബോധ്യപ്പെടുക. താങ്ക് യു സർ, താങ്ക് യു. സാറേ ഒരു സംശയം ചോദിക്കട്ടെ. സാധാരണ നമ്മള് ഗട്ടിൽ നിന്നും അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്നും സെറട്ടോണിനും ഡോപ്പമൈനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇത് രണ്ട് ഫങ്ഷൻസ് അല്ലേ ചെയ്യുന്നത്? രണ്ടും കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനേക്കാൾ കൂടുതലായിട്ട് ബ്രെയിനിന്റെ ഫങ്ഷൻസും അതുപോലെ ഗട്ടിൽ നിന്നുണ്ടാകുന്ന ഡോപ്പമൈനും അതുപോലെ സെറട്ടോണിൻ രണ്ട് ഫങ്ഷൻസ് അല്ലേ ചെയ്യുന്നത്? അത് ഒന്ന് തന്നെയാണ്? അല്ല, ഒന്ന് തന്നെയാണ്. ആക്ച്വലി ഇതിന്റെ ഫങ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോ എവിടെയാണ് ഇതിന്റെ അവൈലബിലിറ്റി ഉള്ളത് അതിനനുസരിച്ചിട്ട് ഫങ്ഷൻസ് കൂടുതൽ ചെയ്യും. ഇപ്പം ക്രേവിങ്സ് ഉള്ള ഒരാൾക്ക് ഡോപ്പമൈൻ്റെ അളവ് കൂടുതലായിരിക്കും.
അപ്പൊ ഈ ഡോപ്പമിന്റെ അളവ് പൊതുവെ കുറഞ്ഞു പോകുന്നുണ്ടാവും. ആ ക്രേവിങ്സ്, ഒരുപക്ഷെ മധുരമുള്ളതോ അല്ലെങ്കിൽ പിക്കിള് പോലെയുള്ള ഭക്ഷണങ്ങളോ അത് കഴിക്കുന്ന സമയത്ത് ഡോപ്പമൈന്റെ സെക്രീഷൻ കൂടും. ഈ ഡോപ്പമൈൻ സെക്രീഷൻ കൂടിയിട്ട് അത് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കൊടുക്കും. ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴുണ്ടാവുന്നതിന് ഈക്വലൻ ഡോസിലാണ് പലപ്പോഴും ഷുഗർ പോലെ നമ്മുടെ ശരീരത്തിൽ എഫക്ട് ചെയ്യാം. അപ്പൊ ഹെവി ആയിട്ട് ഷുഗർ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ആ സമയത്ത് തോന്നുന്നത് അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് കൊക്കക്കോള പോലെയുള്ള സാധനങ്ങളിലൊക്കെ ഈ ഒരു കാര്യം പണ്ട്, ഇപ്പൊ പിന്നെ കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്, ആ സമയത്തൊക്കെ ഇതിനെ പറ്റിയിട്ട് അങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഡോപ്പമൈൻ സെക്രീഷൻ ഉണ്ടാവുന്നത് ആ സമയത്ത് അറൗണ്ട് വയറിനകത്ത് തന്നെ ആയിരിക്കും. പക്ഷെ അതിന്റെ എഫക്ട് കിട്ടുന്നത് ബ്രെയിനാണല്ലോ. അത് നമ്മുടെ മൂഡുമായിട്ടാണ് കണക്ട് ആവുന്നത് പിന്നീട്. ഓക്കെ, റോയ് സാർ. ഓക്കെ സാർ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ആ, ഹാർട്ടിൽ കുറെ നെർവസ് സിസ്റ്റം ന്യൂറോൺസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഹാർട്ടിൽ നിന്ന് വല്ല ഹോർമോണും റിലീസ് ആവുന്നുണ്ടോ? കാരണം നമ്മൾ ഹാപ്പിനെസ് ഉണ്ടാവുമ്പോ ശരിക്കും നമുക്ക് ഹാർട്ടിൽ നിന്ന് ഫീൽ ചെയ്യാറുണ്ട് ഹാപ്പിനെസ് ഉണ്ടാകുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ വല്ലതുണ്ടോ സാറ് പറയാൻ പറ്റുമോ? സാറേ ഇതില് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബ്രെയിനകത്ത് ന്യൂറോൺസ് ഉണ്ട്. കുടലിനകത്ത് ബ്രെയിനിന്റെ അത്ര ഇല്ലെങ്കിലും കുറച്ച് കുറവാണെങ്കിലും അവിടെ ഉണ്ട് ഒരു 100 ട്രില്യൺ. എന്നാൽ ഹാർട്ടിനകത്തുള്ളത് വെറും 40,000 ന്യൂറോൺസ് ആണ്. അപ്പൊ ഈ 40,000ത്തിന്റെ എഫക്ട് നമുക്ക് ഇത്രമാത്രം ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വലിയ ശരീരത്തിൽ അത് മനസ്സിലാവാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മളെ ഗട്ട് ഫീലിംഗ്, നമ്മുടെ വയറിനകത്തു നിന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ഗട്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തില് പല ആക്ഷൻസും പല തീരുമാനങ്ങളും എടുക്കും. അതുപോലെ തന്നെ ഇമോഷണൽ കൺസേൺസ് വരുമ്പോഴല്ലേ നമ്മുടെ പലപ്പോഴും ഹേർട്ട്, ഞാൻ ആ ഇമോഷണലി അല്ലെങ്കിൽ ഹേർട്ട് ബ്രോക്കൺ എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ. അപ്പൊ ഇതില് പലതും സാഹിത്യം ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൃത്യമായിട്ട് സയന്റിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സാഹിത്യത്തിന് സ്ഥാനമില്ല. ലവിന്റെ ഇമോഷൻസ് വരുമ്പോൾ നമ്മൾ ഹേർട്ടിന്റെ ചിഹ്നം കൊടുക്കുന്നു, പക്ഷെ ഹേർട്ടിന് ഈ ചിഹ്നമായിട്ട് ഒരു ബന്ധമില്ല അല്ലേ. ഹേർട്ടിന്റെ ഷേപ്പ് വേറൊരു രീതിയിലല്ലേ. അതിന്റെ ഒരു സിംബലൈസ് ആയിട്ടാണ് അവർ കാണിക്കുന്നത്. അതെ, അപ്പൊ ഇമോഷനായിട്ട് നല്ല ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ക്ലിയർ ആയില്ല. ഇമോഷൻസ്, ഫീലിങ്സ് അത് ഹാർട്ടുമായി ബന്ധമുണ്ട് എന്നതിനാണ് അവര് സിംബലൈസ് ചെയ്തുകൊണ്ടാണ് അവര് ഹാർട്ടിന്റെ ഒരു മോഡലാക്കി ഇങ്ങനെ കാണിക്കുന്നത്. സാറേ ഇതില് ഞാൻ അഗൈൻ പറയുന്നത് സാഹിത്യവും സയൻസും രണ്ടും രണ്ടാണ്. നമ്മള് ഹൃദയം കൊണ്ടെടുക്കുന്ന അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത എന്ന് പറഞ്ഞിട്ട് പണ്ട് കവിത എഴുതിയിട്ടുണ്ട്. ഹൃദയം പറിച്ചു കൊടുക്കുമെന്ന് പറയാറുണ്ട്. പക്ഷെ എന്റെ കരളെ നല്ല വിളിക്കുന്നത്, എന്റെ ഹൃദയമേ നല്ലല്ലോ, എന്റെ ചങ്ക്, എന്റെ കരളെ നല്ല വിളിക്കുന്നത്. ഇതൊക്കെ പല രീതിയിൽ ഇതിനെ കൊണ്ടുവന്നതാണ്. അത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ പല സ്ഥാനങ്ങളും എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ന്യൂറോൺസിന്റെ നമ്പർ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പ്രത്യേകിച്ചും അറൌണ്ട് 40,000 ന്യൂറോൺസിന്റെ ഇമോഷൻസ് നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ എന്റർനൽ നെർവസ് സിസ്റ്റത്തിന്റെയോ അടുത്ത് പോലും എത്തില്ല. വളരെ ചെറിയതാണ്. അതിനെ ഒട്ടും കണക്ടിവിറ്റി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് ദർ, അതുണ്ട്. പക്ഷെ അതിന് പൂർണ്ണമായിട്ട്, അതുകൊണ്ടാണ് അത് നമ്മളെ ശരിക്കും അറിയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേർട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഗൻ, നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ഓർഗൻ, അവയവം. ഒരു പക്ഷെ ഹൃദയം നിന്നു പോകുമ്പോൾ മാത്രമേ നമ്മുടെ ബ്രീത്ത് അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റം നിലക്കുന്നുള്ളൂ. അപ്പൊ ജീവനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ ആ സയൻസ് നോക്കുമ്പോൾ ഹൃദയത്തിന് ഒരുപാട് സാധ്യതയുണ്ട്, ഒരുപാട് അതിനെപ്പറ്റി ഇനിയും പഠിക്കാനുണ്ട്. പക്ഷെ ഇമോഷൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് സെറോട്ടോണിന്റെ സെക്രീഷൻസ് ഒന്നും ആ ഒരു ഹേർട്ടിൽ നിന്നല്ല ഒരുപാട് ഉള്ളത്. എന്ന് വെച്ചാൽ വീണ്ടും ഒത്തിരി പഠിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. കവികൾ അങ്ങനെ പോകട്ടെ, നമുക്ക് സയന്റിഫിക് ആയിട്ട് പോകാം. സാറേ, കവികളിൽ തന്നെ ഹൃദയ സരസിലെ പ്രണയപുഷ്പം എന്ന് പാടുന്നുണ്ട്. അതുപോലെ ഹൃദയത്തിന്റെ ഒരു മൂലയിൽ നിന്നെ പ്രതിഷ്ഠിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതാ, പക്ഷെ എന്നാലും എത്ര സ്നേഹമുള്ള ആൾക്കാരാണെങ്കിലും എന്റെ ഹൃദയമേ എന്ന് വിളിച്ചിട്ട് സംസാരിക്കുന്നില്ലല്ലോ. ഓക്കെ, താങ്ക് യു. റോയ് സാർ പറയൂ.
പ്രൊഫസർ അൺമ്യൂട്ട് ചെയ്തു. ഓക്കെ സാറേ, സാറിന്റെ ഈ ക്ലാസ് കൊണ്ട് ഒത്തിരി കാര്യങ്ങള് പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ഹാർട്ടും ബ്രെയിനും ഗട്ടുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചൊന്നും വലിയ വിവരമൊന്നും ആർക്കും ഇല്ല. വയറ്റിൽ എന്തെങ്കിലും അസുഖം ഉണ്ടായ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് കഴിക്കുക. അപ്പൊ സാറ് പറഞ്ഞ ഗഡും സ്ലീപ്പും ഗഡും സ്ട്രെസ്സുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആരും അത് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമല്ല. അപ്പോ ഇതൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതുവഴി അതിനുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണെന്നും സാർ പറഞ്ഞത് വളരെയധികം യൂസ്ഫുൾ ആണ്. പക്ഷെ അതിന്റെ ടെക്നിക്കൽ വേർഡ്സും സീറോട്ടോണിന്റെ കാര്യങ്ങളും പ്രൊഡക്ഷനോ മറ്റോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് സാറ് പറഞ്ഞത് വളരെ വ്യക്തമായി ഒരു സാധാരണക്കാരന് മനസ്സിലാവാൻ ഉതകുന്ന രീതിയിലാണ് സാർ പറഞ്ഞത്. പിന്നെ നമ്മള് ഈ സിസ്റ്റം പഠിക്കുകയും മറ്റൊക്കെ ചെയ്യുകയല്ല, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. അല്ലാണ്ട് ഈ ഹേർട്ട് എന്ന് പറയുന്നത് അതിന് പമ്പിങ് മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്റെ ഹൃദയം എന്ന് പറയുന്ന നീ എന്നെ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങള് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് വെച്ചായിരിക്കും പറയുന്നത്. പക്ഷെ ഇവിടെ എല്ലാം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് യഥാസമയം മനസ്സിലാക്കിയിരുന്നാൽ കുറെയൊക്കെ ഈ വക കാര്യങ്ങള് രോഗത്തിൽ നിന്നും അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ നിന്നും ഒക്കെ മാറി നിൽക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണെന്ന് സാറ് നല്ല ഭംഗിയായി അവതരിപ്പിച്ചു. അപ്പൊ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടേംസും മറ്റതൊന്നും ഒക്കെ ഈ പറഞ്ഞ ഈ 1 മണിക്കൂറിന് ഇതുകൊണ്ടൊന്നും അതൊന്നും പിടികിട്ടിന്ന് വരത്തില്ല. അപ്പൊ ഏതായാലും അത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അത് തന്നെയല്ല, ഈ ഹേർട്ടിന്റെ കാര്യങ്ങളും മറ്റൊക്കെ മെക്കാനിക്കലായിട്ട് സിസ്റ്റംസ് അറിയാം. പക്ഷേ ഗട്ടിന് ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്നുള്ള വിവരം തന്നെ ഞാൻ ഈ അടുത്ത കാലത്താണ് ഈ വിസറൽ നെർവിനെ കുറിച്ചൊക്കെ, ഞാൻ സുവോളജിയൊക്കെ അറിഞ്ഞു എങ്കിൽ ഈ വിസറൽ നെർവ് മറ്റേ വാഗസ് നെർവിന്റെ കാര്യമൊക്കെ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതൊത്തിരി യൂസ്ഫുൾ ആണ്. സാധാരണക്കാരായ ആൾക്കാര് ഒരു കൗൺസിലർ എന്ന നിലയിലും ചില കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള ചില എക്സ്പീരിയൻസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സാറിന് വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത സെക്ഷന് വേണ്ടി കാത്തിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഇപ്പൊ പറഞ്ഞത് ജസ്റ്റ് ഗട്ട് ബ്രെയിൻ ആക്സസ് മാത്രമാണ്. ഇവിടെ ഇപ്പൊ പറയാത്തത് ഗട്ട് ലിവർ ബ്രെയിൻ ആക്സസ് ആണ്, GLB എന്ന് പറയും. നമ്മുടെ കരളുമായിട്ട് വളരെ കൂടുതൽ ബന്ധമുണ്ട് ബ്രെയിനും അതുപോലെ തന്നെ ഗട്ടിനും. അതുകൊണ്ട് തന്നെ കരളിന് ഏകദേശം 500-ലധികം അറിയപ്പെടുന്ന ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ ദിവസം എടുത്തിരുന്നല്ലോ. അപ്പൊ ഈ 500-ലധികം ഫങ്ഷൻസിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള ആളാണ് ഗട്ടും ബ്രെയിനും. അവിടെയും ഒരു വലിയ ആക്സസ് ആണുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് നമ്മൾ പലതരത്തിലുള്ള സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ പരീക്ഷാ സമയത്ത് അവർക്കുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകൾ, മൂഡ് സ്വിങ്സ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. വേറെ എന്തെങ്കിലും എന്തെങ്കിലും വളരെ രസകരമായ ടോപ്പിക്ക് കേട്ടതിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ദിവസം വളരെ രസകരമായ മറ്റൊരു ടോപ്പിക്കാണ് റീഡിങ് എ വാനിഷിംഗ് ഹാബിറ്റ്. വായന പൊതുവെ കുറയുന്ന കാലഘട്ടത്തെ കുറിച്ച് ഹരിഹരൻ സാർ, എനിക്ക് തോന്നുന്നു സാർ പൊതുവെ ഒരു നർമ്മരസത്തിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. നാളത്തെ ക്ലാസ് അതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊന്നും ചോദിക്കാനില്ലല്ലോ, ഉണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ സനൽ സാർ, താങ്ക് യു വൺസ് അഗെയിൻ. അടുത്ത ആഴ്ച നമുക്ക് മൂന്നാമത്തെ ആക്സസിനെ കുറിച്ചും കൂടെ ചേർന്ന് പഠിക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.